നമ്മൾ മനുഷ്യരാണ് ഈ ഭൂമിയിലെ ഏറ്റവും ബുദ്ധിമാന്മാരും സംഘടിതരുമായ ജീവികൾ എന്ന് വിശ്വസിച്ചാണ് ജീവിക്കുന്നത്. പക്ഷേ നമ്മുടെ കണ്ണുകൾക്ക് കാണാനാകാത്ത അത്ര ചെറിയൊരു ലോകത്തിൽ നമ്മളെക്കാളും പഴക്കമുള്ള രണ്ട് മഹാസാമ്രാജ്യങ്ങൾ ഇന്നും ജീവിക്കുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് നാഗരികതകൾ, സ്വന്തമായി നഗരങ്ങൾ, സൈന്യങ്ങൾ, കൃഷിയിടങ്ങൾ, രാജാക്കന്മാരും റാണിമാരും, അതികർശനമായ സാമൂഹിക നിയമങ്ങളുമുള്ള ജീവികൾ. അവർ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, ദുർബലരെ സംരക്ഷിക്കുന്നു, മരിച്ചവരെ അടക്കം ചെയ്യുന്നു. സ്വന്തം സമൂഹത്തിനായി ജീവൻ പോലും ബലിയർപ്പിക്കുന്നു. ഒരു വിഭാഗം ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന നഗരങ്ങൾ നിർമ്മിച്ചു. മറ്റൊരു വിഭാഗം പ്രകൃതിയിലെ ഏറ്റവും സംഘടിതമായ സൈനിക ശക്തിയായി മാറി. ഡൈനോസറുകളെ പോലും ഇല്ലാതാക്കിയ മഹാവിപത്തുകളെ അതിജീവിച്ച് നൂറുകണക്കിന് ദശലക്ഷം വർഷങ്ങളായി അവർ ഇന്നും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നു. പക്ഷേ ഇത്ര ശക്തന്മാരായ അവർക്കും ഒരു ഭയമുണ്ട്. ഒരു ചെറിയ ഫംഗസ്, ഒരു അണുബാധ, ഒരു തെറ്റായ സിഗ്നൽ മുഴുവൻ സമൂഹത്തെയും ജീവനുള്ള സോംബികളാക്കി മാറ്റുവാൻ പോലും കഴിയുന്ന ഒരു ഭീകരത. ഇതൊരു സിനിമയല്ല, ഇത് സയൻസ് ഫിക്ഷനുമല്ല. നമ്മുടെ വീടുകളുടെ ചുമരുകൾക്കിടയിലും നമ്മുടെ കാലുകൾക്കടിയിലുള്ള മണ്ണിനുള്ളിലും ഇന്നും ജീവിച്ചിരിക്കുന്ന രണ്ട് രഹസ്യ നാഗരികതകളുടെ കഥയാണ്. ഉറുമ്പുകൾ, ചിതലുകൾ, ഭൂമിയിലെ ഏറ്റവും അത്ഭുതകരമായ സാമ്രാജ്യങ്ങൾ. നമ്മളെല്ലാവരും ഈ ഉറുമ്പുകളെ നിരന്തരം കണ്ടുകൊണ്ടേയിരിക്കുന്നവരാണ്. ഭൂമിയിൽ എത്ര ഉറുമ്പുകളുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്കൊരു അവ്യക്തമായ ധാരണയും ഉണ്ടാകും. എന്നാൽ യഥാർത്ഥ സംഖ്യകൾ ഒരൽപ്പം അമ്പരപ്പിക്കുന്നതായതിനാൽ അവരുടെ കണക്കെടുപ്പിൽ ഏകദേശം പോലും അടുത്തു വരുന്നവർ വളരെ കുറവാണ്. ഇന്ന് 14,218 ഉറുമ്പ് സ്പീഷീസുകൾ മാത്രമുണ്ട്. ഇതിൽ 1758 ഉപജാതികൾ ഉൾപ്പെടുന്നില്ല. ഈ ജീവികളുടെ ആകെ എണ്ണം ആർക്കും കൃത്യമായും അറിയില്ല. സാധാരണയായി ഉറുമ്പുകളുടെ എണ്ണം ഏകദേശം 10 ക്വാഡ്രില്യൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് 10,000 ട്രില്യൺ ഉറുമ്പുകൾ. അതെ, ഈ സംഖ്യ മനസ്സിലാക്കുവാൻ പ്രയാസമാണ് എന്നറിയാം. അതുപോലെ തന്നെയാണ് ഇവരുടെ മൊത്തത്തിലുള്ള ഭാരവും. മൊത്തത്തിൽ ഈ ഭീമാകാരമായ ബയോമാസിന് ഏകദേശം 10,000 കണക്കിന് കോടി കിലോഗ്രാമോളം ഭാരമുണ്ട്. രസകരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണക്ക് 2000 വർഷം മുമ്പുണ്ടായിരുന്ന മനുഷ്യരാശിയുടെ മൊത്തം ഭാരത്തേക്കാളും കൂടുതലാണ്. അന്റാർട്ടിക്ക ഒഴികെ ഭൂമിയിലെ എല്ലാ ഭൂഖണ്ഡത്തിലുമായി ഗ്രഹത്തിൻ്റെ എല്ലാ കോണുകളിലും ഉറുമ്പുകൾ വസിക്കുന്നുണ്ട്. അവർ ഏകദേശം 110 മുതൽ 130 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ലൊറേഷ്യ എന്ന മഹാഭൂഖണ്ഡത്തിലായിരിക്കാം ഉത്ഭവിച്ചത്. ചരിത്രപരമായി അവർ പുരാതന കടന്നലുകളിൽ നിന്നാണ് വന്നത്. എന്നാൽ ശാസ്ത്രജ്ഞർ ഈ പ്രത്യേക കടന്നൽ വർഗത്തെ അവരുടെ പൂർവികരായി ഇന്നേ വരെ തിരിച്ചറിഞ്ഞിട്ടുമില്ല. ഈ ഉറുമ്പുകൾ ചിതലുകളുമായി വളരെ അടുത്ത് സാമ്യമുള്ളവരാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ചിതലുകൾക്ക് ഉറുമ്പുകളുമായി യാതൊരു ബന്ധവുമില്ല. അവരുടെ കുടുംബവൃക്ഷം അനുസരിച്ച് പാറ്റകളായിട്ടാണ് കൂടുതൽ അടുത്ത ബന്ധം. ഉറുമ്പുകളുടെ വലിപ്പം ഒരു ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസപ്പെടാം. ഏറ്റവും ചെറുതിന് ഏകദേശം 2 മില്ലിമീറ്റർ നീളമുണ്ട്. ഏറ്റവും വലിയ ഇനങ്ങൾക്ക് ഏതാനും സെൻറ്റിമീറ്ററുകൾ വരെ എത്താൻ കഴിയും. ചരിത്രത്തിൽ ഏറ്റവും വലിയ ഉറുമ്പിൻ്റെ ഫോസിലുകൾ ഫോർമിക്കം എന്ന ജീനിൽ ഉൾപ്പെട്ടവയാണ്. അവയുടെ പെൺവർഗത്തിന് 7 സെൻറ്റിമീറ്റർ നീളവും ചിറകുകൾക്ക് 15 സെൻറ്റിമീറ്റർ വിസ്താരവും ഉണ്ടായിരുന്നു. അതെ, ഉറുമ്പുകൾക്ക് ചിറകുകളുമുണ്ട്. നമ്മൾ വ്യത്യസ്ത ഇനങ്ങളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. പൊതുവായി എല്ലാ ഉറുമ്പുകളും ഹൈംനോപ്റ്റെറ ഓർഡറിൽപ്പെട്ടവരാണ്. ലാറ്റിൻ ഭാഷയിൽ ടെറ എന്നാൽ ചിറക് എന്നാണ് അർത്ഥം. എന്നാൽ മിക്കവാറും ആൺവർഗത്തിനും പെൺവർഗത്തിനും മാത്രമേ ചിറകുകളുള്ളൂ. ജോലിക്കാരായ ഉറുമ്പുകൾക്ക് ചിറകുകളില്ല. പ്രജനനമില്ലാത്ത ഈ ജോലിക്കാർ ആൺവർഗമോ പെൺവർഗമോ ആകാത്തതിൻ്റെ കാരണം എന്താണ്? ഇതൊരു തെറ്റല്ല. കാരണം നമ്മൾ ജോലിക്കാരെ ആൺ പെൺ ഉറുമ്പുകളിൽ നിന്നും ബോധപൂർവം വേർതിരിക്കുന്നു. വാസ്തവത്തിൽ ജോലിക്കാരായ ഉറുമ്പുകൾ സാങ്കേതികമായി പെൺവർഗമാണ്. എന്നാൽ അവയ്ക്ക് വികസിതമല്ലാത്ത ഒരു പ്രത്യുൽപാദന വ്യവസ്ഥിതിയാണുള്ളത്. അതവരെ ഫലത്തിൽ ലൈംഗിക ശേഷി ഇല്ലാത്തവരാക്കുന്നു. പിന്നെ അവർ എങ്ങനെ പ്രത്യുൽപാദനം നടത്തും? അവർ അത് ചെയ്യുന്നില്ല. ഉറുമ്പ് സമൂഹത്തിൽ പ്രത്യുൽപാദനം ഒരു പദവിയും ബഹുമതിയും വലിയ ഉത്തരവാദിത്വവുമാണ്. ഈ പദവി ലഭിക്കുന്നത് ഏറ്റവും കഴിവുള്ളവരോ ശക്തിയുള്ളവരോ ആയതുകൊണ്ടല്ല, മറിച്ച് ജനനം വഴിയാണ്. അത്യധികം വൈവിധ്യമുള്ള ഒരു ജീവവർഗമായതിനാൽ
ഉറുമ്പുകൾക്ക് നിരവധി പ്രത്യുൽപാദന തന്ത്രങ്ങളുണ്ട്. ഏറ്റവും സാധാരണമായത് ആണിൻ്റെയും പെണ്ണിൻ്റെയും സാധാരണ ഇണചേരലാണ്. എന്നാൽ ഇത് ഒറ്റനോട്ടത്തിൽ മാത്രമേ സാധാരണയായി തോന്നുകയുള്ളൂ. വാസ്തവത്തിൽ ഉറുമ്പുകളുടെ പ്രത്യുൽപാദനം നാടകീയ, പ്രണയ, ഭീകരത എന്നിവയുടെ ശക്തമായ മിശ്രണത്താൽ നിറഞ്ഞതാണ്. ഇതെല്ലാം ആരംഭിക്കുന്നത് ന്യൂപ്റ്റിയൽ ഫ്ലൈറ്റ് എന്ന വിവാഹ പറക്കലിലൂടെയാണ്. പുതിയ കോളനികൾ പ്രത്യക്ഷപ്പെടുന്ന പ്രാണികളുടെ ഒരു പ്രത്യേക സമയമാണിത്. ഭൂമിയിലെ എല്ലാ വശങ്ങളിലും വസന്തകാലം വരുമ്പോൾ ചിറകുള്ള പെൺ ആൺവർഗങ്ങൾ ഇണചേരാനും പുതിയ കുടുംബങ്ങൾ രൂപീകരിക്കാനും കൂടുവിടുന്നു. ഉറുമ്പുകളുടെ ജീവിതത്തിൽ അവരുടെ ചിറകുകൾ ഉപയോഗിക്കുന്ന ഒരേ ഒരു സമയമാണിത്. ഉറുമ്പുകളുടെ ചിറകുകൾ ദുർബലവും മോശവുമായി പ്രവർത്തിക്കുന്നവയുമാണ്. പെൺവർഗം പലപ്പോഴും ഉയരമുള്ള ചെടികളുടെ തണ്ടുകളിൽ കയറി പറക്കലിനുള്ള ഒരു ലോഞ്ചിങ് പാടായി ഉപയോഗിക്കുന്നു. ആൺവർഗം കൂടുതൽ ഊർജ്ജസ്വലരാണ്. പലപ്പോഴും നിലത്തു നിന്നും നേരിട്ട് അവർ പറന്നുയരുന്നു. ഇവരുടെ ഇണചേരൽ നടക്കുന്നത് വായുവിലാണ്, പറക്കുന്നതിൻ്റെ ഇടയിൽ. അതെ, പ്രകൃതി ചിലപ്പോഴൊക്കെ അത്രയ്ക്കും റൊമാൻറ്റിക്കാണ്. എന്നാൽ അവിടെ വെച്ച് തന്നെയാണ് അവരുടെ ആ പ്രണയം അവസാനിക്കുന്നതും. ഇണചേർന്ന ശേഷം ആണിന് ഇനി ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ല. അവൻ ഉടൻ തന്നെ മരിച്ചു വീഴുന്നു. പെൺവർഗം എന്തു ചെയ്യും? അവർ തൻ്റെ പഴയ വീട്ടിൽ നിന്നും പറന്നു പോകുന്നു. നിലത്തിറങ്ങിയ ഉടൻ തന്നെ അവൾ തൻ്റെ ചിറകുകൾ കടിച്ചു മുറിച്ച് കളയുന്നു. എന്തിനു വേണ്ടിയായിരിക്കും അത്? കാരണം അവൾക്കിനി അതിൻ്റെ ആവശ്യമില്ല. പെൺവർഗം ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ബീജസങ്കലനം നടത്തുകയുള്ളൂ. രണ്ടാമതൊരു പറക്കൽ ഒരിക്കലും ഉണ്ടാകില്ല. ഭാവിയിലെ റാണി പുതിയൊരു കോളനി രൂപീകരിക്കുവാൻ ഒരിടം തേടാൻ തുടങ്ങുന്നു. ആൺവർഗം അവശേഷിപ്പിച്ച ജനിതക വസ്തുക്കൾ അവൾക്ക് ജീവിതകാലം മുഴുവൻ ബീജസങ്കലനം ചെയ്ത മുട്ടകൾ ഇടാൻ മതിയാവും. റാണികൾ വളരെ കാലം ജീവിക്കും. ഇനമനുസരിച്ച് 12 മുതൽ 20 വർഷം വരെ. സാധാരണ ജോലിക്കാരായ ഉറുമ്പുകൾ 5 വർഷത്തിൽ കൂടുതൽ ജീവിക്കാറുമില്ല. ഇത്തരം പ്രജനന രീതികൾ മിക്ക ഉറുമ്പ് വർഗ്ഗങ്ങൾക്കും സാധാരണമാണ്. എന്നാൽ എല്ലാവർക്കും അങ്ങനെയല്ല. ചില ഇനങ്ങളിൽ ജോലിക്കാർക്ക് ഇണചേരുകയും സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാം. എന്നാൽ മറ്റു ചില ഇനങ്ങളിൽ ഇത് മറ്റൊരു തീവ്രതയിലേക്ക് എത്തുന്നു. അവർ ക്ലോണിങ്ങിലൂടെയാണ് പ്രത്യുൽപാദനം നടത്തുന്നത്. ഇവിടെ ലബോറട്ടറികളോ ടെസ്റ്റ് ട്യൂബുകളോ ഒന്നുമില്ല. എന്നാൽ ആശയം ഒരു പരിധിവരെ ഇതിന് സമാനമാണ്. ഉദാഹരണത്തിന് മൈക്രോസെഫാലസ് മിത്തി എന്ന ഉറുമ്പുവർഗം പാർഥനോജനീസിസ് വഴി പ്രത്യുൽപാദനം നടത്തുന്നു. ഈ തരം പ്രത്യുൽപാദനത്തിൽ ബീജസങ്കലനം നടത്താതെ തന്നെ മുട്ടകളിൽ നിന്നാണ് പെൺവർഗം പുറത്തു വരുന്നത്. അവ ആൺവർഗത്തിന് എത്താൻ കഴിയാത്ത ഏതെങ്കിലും അധിക മുട്ടകളല്ല. കാരണം അവരെ ബീജസങ്കലനം ചെയ്യാൻ ആരുമില്ല. പരിണാമ പ്രക്രിയയിൽ ഈ വർഗം ആൺവർഗത്തെ അനാവശ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് ഗവേഷകരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. ആമസോൺ നദീതടത്തിൽ മൈക്രോസെഫാലസ് മിത്തിയുടെ കോളനികൾ കണ്ടെത്തിയപ്പോൾ പ്രകൃതിദത്തമായ പരിണാമത്തിൻ്റെ ആ വഴിത്തിരിവിൽ ശാസ്ത്രജ്ഞർ അത്ഭുതപ്പെട്ടുപോയി. കണ്ടെത്തിയ കോളനികളിൽ എല്ലാ വ്യക്തികളും പെൺവർഗങ്ങൾ മാത്രമായിരുന്നു. അവയെല്ലാം ഒരേ റാണിയുടെ സ്വഭാവമുള്ളവയും പരസ്പരം കൃത്യമായ പകർപ്പുകളുമായിരുന്നു. ഈ ഡേറ്റ റോയൽ സൊസൈറ്റിയുടെ പ്രൊസീഡിങ്സിൽ ഗവേഷക സംഘത്തിൻ്റെ ഒരു റിപ്പോർട്ടായി പ്രസിദ്ധീകരിച്ചു. ഈ അത്ഭുതകരമായ വസ്തുത ആകസ്മികമായിട്ടാണ് ഞങ്ങൾക്ക് ലഭിച്ചത് എന്ന് ഗവേഷകർ സമ്മതിച്ചു. ഈ വർഗത്തിൻ്റെ മറ്റു വശങ്ങൾ പഠിക്കുമ്പോൾ ആൺവർഗം ഇല്ലാത്തത് അവർ ശ്രദ്ധിച്ചു. ബാഹ്യ അടയാളങ്ങൾ ഉപയോഗിച്ച് കൂട്ടിൽ ആൺവർഗത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ വന്നപ്പോൾ ശാസ്ത്രജ്ഞർ ശേഖരിച്ച മറ്റുറുമ്പുകളുടെ DNA വിശകലനം നടത്തി. അവരെല്ലാം യഥാർത്ഥത്തിൽ പെൺവർഗം മാത്രമാണ് എന്നും അവരെല്ലാം റാണിയുടെ ക്ലോണിങ്ങുകളാണ് എന്നും അവർ കണ്ടെത്തി. അതിനുശേഷം ഒരു റാണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യുൽപാദന അവയവമായ കൊപ്പുലേറ്ററി ബാഗിൽ അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും നഷ്ടപ്പെട്ടുവെന്നും ശാസ്ത്രജ്ഞർ കണ്ടെത്തി. എന്നിരുന്നാലും ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഈ വർഗത്തിൻ്റെ വ്യക്തിഗത ജനസംഖ്യയ്ക്ക് ലൈംഗിക പ്രത്യുൽപാദനം പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വലിയ തോതിലുള്ള ഗവേഷണങ്ങൾ വെളിപ്പെടുത്തി. എങ്കിലും ഇത് ഒന്നിനെയും മാറ്റുന്നില്ല. കാരണം മധ്യതെക്കേ അമേരിക്കയിലെ തിരഞ്ഞെടുത്ത ഉറുമ്പുകളിൽ 90% വ്യത്യസ്ത റാണികളിൽ നിന്നും വന്നവരാണെങ്കിലും ക്ലോണിങ്ങുകളാണ് എന്ന് തെളിഞ്ഞു. അതിൻ്റെ അർത്ഥം മൈക്രോസെഫാലസ് മിത്തി ഒടുവിൽ അതിൻ്റെ പ്രത്യുൽപാദന രീതി തിരഞ്ഞെടുക്കുന്നു എന്നാണ്. എന്നാൽ അതൊരു ദുരന്തപരമായ തെറ്റായിരിക്കാം. കാരണം ഈ പ്രത്യുൽപാദന രീതിക്ക് മതിയായ വൈവിധ്യം നൽകുവാൻ കഴിയില്ല. ഈ വർഗം ബാഹ്യ ഭീഷണികൾക്ക് അതീവ ദുർബലമാവുകയും പെട്ടെന്നുള്ള വംശനാശത്തെ അഭിമുഖീകരിക്കുകയും ചെയ്യാം. അങ്ങനെ സംഭവിച്ചാലും ആ ഒറ്റ വർഗത്തിൻ്റെ തിരോധാനം മൂലം ഉറുമ്പ് സാമ്രാജ്യത്തിൻ്റെ സ്ഥിരത മൊത്തത്തിൽ നഷ്ടമാവുകയില്ല. ഈ കൂട്ടർ ദിനോസറുകളെ പോലും വളരെ എളുപ്പത്തിൽ അതിജീവിച്ചു വന്നവരാണ്. അതിനാൽ അവർക്ക് ഗുരുതരമായൊരു വംശനാശ ഭീഷണി ഉണ്ടാവുക എന്നത് അസാധ്യമാണ്.
ഉറുമ്പ് സമൂഹം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കണക്കിലാക്കുമ്പോൾ ഈ കൂട്ടർക്ക് ഒരുതരം ബദൽ നാഗരികത കെട്ടിപ്പടുക്കുവാൻ കഴിയുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സാമൂഹിക ഘടനയുടെ കാര്യത്തിൽ ഉറുമ്പുകൾ ഭൂമിയിൽ മനുഷ്യരുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളവരാണ്. ഉറുമ്പുകളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ മിർമിക്കോളജിയിലെ ഓരോ പുതിയ കണ്ടെത്തലുകളും അത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഉറുമ്പുകൂടിന് വളരെ കർശനമായൊരു ഹൈറാർക്കിയും ചുമതലകളുമെല്ലാം ഉണ്ട്. ആദ്യം റാണി. കൂട് സ്ഥാപിച്ച റാണി മുട്ടയിട്ട് കൂടിനെ നിയന്ത്രിക്കുന്നു. അടുത്തത് അനുചര വൃന്ദം. റാണിയെ തീറ്റുകയും എല്ലാവിധത്തിലും പരിപാലിക്കുകയും ചെയ്യുന്ന 10 മുതൽ 12 വരെ ജോലിക്കാരടങ്ങിയ ഉറുമ്പുകളുടെ അകമ്പടി ആളുകളാണത്. നിയമപ്രകാരം കൂടുതലും ചെറിയ ഉറുമ്പുകളാണ് പരിശീലനം നടത്തുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ ഒരുതരം സാമൂഹിക പരിശീലനമാണ്. ഇതൊരു മാസക്കാലത്തോളം കൂട്ടിലെ എല്ലാ നിവാസികളും കടന്നുപോകുന്നു. അടുത്തത് ജോലി. ഇത്തരത്തിലുള്ള പരിശീലനങ്ങളിലൂടെ ജോലി റാണി, മുട്ടകൾ അല്ലെങ്കിൽ ലാർവകൾ എന്നിവയെല്ലാം പരിപാലിക്കുക എന്നതാണ്. അടുത്തത് ഭക്ഷണം കണ്ടെത്തൽ. പ്രായപൂർത്തിയായവർ ഉറുമ്പുകൂടിൻ്റെ ഏറ്റവും അകലെയുള്ള ഭാഗത്തേക്ക് പോകുന്നു. അവിടെ അവർ ഭക്ഷണം തേടുന്നതിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഉറുമ്പ് കണ്ടെത്തിയ ഭക്ഷണം അധികാരികൾക്ക് എത്തിച്ചു നൽകുന്നു. അവർ അത് ഉറുമ്പുകൂട്ടിനുള്ളിൽ എങ്ങനെ വിതരണം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. ഈ ഭക്ഷണത്തിന് പുറമെ റാണിയിൽ സ്രവിക്കപ്പെടുന്ന ഒരു പ്രത്യേക ഹോർമോൺ എന്ന ഗന്ധമുള്ള പദാർത്ഥം കൊണ്ടും ഉറുമ്പുകൂടിന് ഭക്ഷണം ലഭിക്കുന്നു. ഇതിൽ അവളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയുമിരിക്കുന്നു. അനുചര വൃന്ദത്തിലെ ഉറുമ്പുകൾ ഈ പദാർത്ഥം റാണിയിൽ നിന്നും നക്കിയെടുക്കുകയും ഒരു പ്രത്യേക ഗൊയ്റ്ററിയിൽ വഹിക്കുകയും ഒന്നിനു പുറകെ ഒന്നായി പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉറുമ്പ് സമൂഹത്തിലെ എല്ലാ വ്യക്തികളും ഒരൊറ്റ വിവര ശൃംഖലത്തിലേക്ക് ബന്ധപ്പെട്ടിരിക്കുന്നു. ഉറുമ്പുകളുടെ ഒരു ചെറിയ നഗര സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് തന്നെ പറയാം. ഉറുമ്പുകളുടെ ജീവിതത്തിലെ ഏറ്റവും രസകരമായൊരു കാര്യമാണ് അവർ തങ്ങളുടെ സന്തതികളെ വളർത്തുന്ന രീതി. ഉറുമ്പുകൾക്ക് സംവേദനാത്മകമായി പഠിക്കുവാൻ കഴിയും. അതായത് സ്വന്തം തെറ്റുകളിൽ നിന്നല്ലാതെ മറ്റൊരാളുടെ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തി അറിവ് നേടാൻ കഴിയും. ഇത് സാധാരണയായി പ്രാണികളെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായ ഒന്നാണ്. ഏറ്റവും പരിചയസമ്പന്നനും ശക്തനുമായ വേട്ടക്കാരനാണ് ആദ്യം ഇരയെ ആക്രമിക്കുന്നത്. എങ്ങനെ ആക്രമിക്കണം, എങ്ങനെ കുത്തണം, കൊല്ലണം എന്നിങ്ങനെക്കുറിച്ചുള്ള എല്ലാ കഴിവുകളും അവർ ചെറുപ്പക്കാരെ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് അവർ യുവതലമുറയെ വേട്ടയാടാനുള്ള കഴിവുകൾ പഠിപ്പിക്കുന്നത്. എന്നാൽ വിജയകരമായി പഠിപ്പിക്കുവാൻ നല്ല ഓർമ്മശക്തി കൂടെ ഉണ്ടാകണം. ഉറുമ്പുകൾക്ക് അതിന് വിഷമിക്കേണ്ട കാര്യമില്ല. സ്വന്തമായി ഭക്ഷണം തേടുന്ന സജീവ വേട്ടക്കാർക്ക് തങ്ങളുടെ വേട്ടയാടൽ പ്രദേശം നന്നായി അറിയാം. കൂടാതെ വീട്ടിലേക്ക് എങ്ങനെ തിരിച്ചെത്താമെന്നും അവർ ഓർത്തിരിക്കും. ഉറുമ്പ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിൽ എന്തെങ്കിലും വലിയ തടസ്സമുണ്ടായി കഴിഞ്ഞാൽ കുറച്ച് വളവുകളിലൂടെയോ തിരിവുകളിലൂടെയോ അലഞ്ഞ ശേഷം വീണ്ടും ആ വേട്ടക്കാർ ഒടുവിൽ ഒരു വഴി കണ്ടെത്തും. പിന്നീട് അവർ ആ തടസ്സത്തിലെ വഴി കുറഞ്ഞത് 4 ദിവസത്തേക്കെങ്കിലും ഓർത്തിരിക്കും. ഈ സമയത്ത് മോശം കാലാവസ്ഥ കാരണം അവർ അവിടെ നിന്നു പോകേണ്ടി വന്നാൽ പോലും ഈ ഓർമ്മ അവരിലുണ്ടാകും. ഉറുമ്പുകൾക്ക് നല്ല സമയബോധമുണ്ട്. അവർ അത് ഫലപ്രദമായി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഉറുമ്പുകൾ സഞ്ചരിക്കുന്ന പാതയ്ക്ക് സമീപം വളരെ കൃത്യമായ സമയത്ത് ഒരു ഭക്ഷണപാത്രം ഇരുന്നു കഴിഞ്ഞാൽ ഭക്ഷണം എപ്പോൾ പ്രത്യക്ഷപ്പെടുമെന്ന് വേട്ടക്കാർ പെട്ടെന്ന് ഓർമ്മിക്കുകയും കൃത്യസമയത്ത് ആ സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്യും. തീറ്റ നിർത്തലാക്കിയാലും ഉറുമ്പുകൾ അതേ സമയത്ത് തന്നെ 5 ദിവസം കൂടെ അതേ സ്ഥലത്ത് വന്നു നോക്കും. ഉറുമ്പുകൾ വളരെയേറെ ചിട്ടയോടെയാണ് പ്രവർത്തിക്കുന്നത്. ആദ്യത്തെ മുന്നറിയിപ്പ് സിഗ്നൽ അവർ കുടുംബസ്വത്തുക്കൾ നീക്കാൻ വേണ്ടി മാത്രം ഒരുങ്ങുന്നു. അവർ ലാർവകളെയും പ്യൂപ്പകളെയും പുറത്തു കടക്കുന്നിടത്തേക്ക് കൊണ്ടുവരുന്നു. ഒരു ചെറിയ ഭാഗം മാത്രം ഉപരിതലത്തിലേക്ക് കൊണ്ടുവരുന്നു. ഒരു മുന്നറിയിപ്പ് ലഭിക്കുന്നതിനായി പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന പോലെ തന്നെ. അപകടം സ്ഥിരീകരിക്കുന്നതുവരെ ഉറുമ്പുകൾ യഥാർത്ഥത്തിൽ ഓടിപ്പോകാൻ തുടങ്ങുന്നേയില്ല. ഇത്രയും സങ്കീർണമായ ഇടപെടലുകൾ ഉള്ളപ്പോൾ ആയിരക്കണക്കിന് ഉറുമ്പുകൾ എങ്ങനെ ഫലപ്രദമായി ആശയവിനിമയം നടത്തുന്നു? എവിടേക്കാണ് പോകേണ്ടതെന്നും എന്ത് ചെയ്യണമെന്നും ഇതെല്ലാം എങ്ങനെ ഓർമ്മിക്കുമെന്നും അവർക്ക് എങ്ങനെ അറിയാം? വാസ്തവത്തിൽ അവർക്കൊന്നും ഓർമ്മിക്കേണ്ട കാര്യമില്ല. അവരുടെ ആശയവിനിമയ രീതികൾ തോന്നുന്നതിനേക്കാൾ വളരെ സമ്പന്നമാണ്. മനുഷ്യരെ പോലെ ഉറുമ്പുകൾക്ക് ചെവികളില്ല. അവർ കേൾക്കുന്നത് ചലനങ്ങൾ അളന്നുകൊണ്ടാണ്. പ്രത്യേക കാൽമുട്ടിലെയും കാലിലെയും സെൻസറുകൾക്ക് ചുറ്റിലുമുള്ള ചലനങ്ങൾ തിരിച്ചറിയുവാൻ അവരെ സഹായിക്കുന്നു. ചില ഉറുമ്പുകൾ സ്പെക്ട്രാക്കുലർ വഴി ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. വയറിലെയും താടിയെല്ലിലെയും ഭാഗങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു പ്രത്യേക തരം ചിലപ്പ് കോളനി അംഗങ്ങളെയോ മറ്റു വർഗങ്ങളെയോ ആശയവിനിമയം നടത്തുവാൻ ഈ ശബ്ദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇവരുടെ പ്രധാന ആശയവിനിമയ രീതി ഗന്ധമാണ്. ഉറുമ്പുകൾ മണ്ണിൽ ഹോർമോൺ ട്രേസുകൾ അവശേഷിപ്പിക്കുന്നു. അത് മറ്റുറുമ്പുകൾ എളുപ്പത്തിൽ തിരിച്ചറിയുന്നു.
കൂട്ടമായി ഭക്ഷണം കഴിക്കുന്ന വർഗ്ഗങ്ങൾ, ഭക്ഷണം തേടുന്ന ഉറുമ്പുകൾ രുചിയുള്ള എന്തെങ്കിലും കണ്ടെത്തിയ ശേഷം കോളനിയിലേക്ക് മടങ്ങുമ്പോൾ പാതയിൽ അത് അടയാളമിടുന്നു. മറ്റുറുമ്പുകൾ ആ പാത പിന്തുടരുകയും ഭക്ഷണം ശേഖരിച്ച് കോളനിയിലേക്ക് മടങ്ങുമ്പോൾ അവരുടെ ഹോർമോണുകൾ കൊണ്ട് അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഭക്ഷണ സ്രോതസ് തീർന്നു പോകുമ്പോൾ മടങ്ങുന്ന ഉറുമ്പുകൾ പുതിയ പാതകളൊന്നും അവശേഷിപ്പിക്കുന്നില്ല. ഗന്ധം സാവധാനം അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഈ ഭക്ഷണ സ്രോതസ്സിലേക്കുള്ള പാത തടസ്സപ്പെടുമ്പോൾ വേട്ടക്കാർ ആ പാത ഉപേക്ഷിച്ച് പുതിയ വഴികൾ തേടാൻ തുടങ്ങും. വിജയിച്ചാൽ ഉറുമ്പ് മടങ്ങുമ്പോൾ ഏറ്റവും ചെറിയ പാത സൂചിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ട്രെയിൽ അവശേഷിപ്പിക്കും. കൂടുതൽ ഉറുമ്പുകൾ വിജയകരമായ ട്രെയിലുകൾ പിന്തുടരുകയും ഏറ്റവും മികച്ച വഴികളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഉറുമ്പുകൾ അവരുടെ പ്രസക്തമായ ട്രെയിലുകൾ രൂപപ്പെടുത്തുന്നത്. ട്രെയിലുകൾക്ക് മാത്രമല്ല ഉറുമ്പുകൾ ഫെറോമോണുകൾ ഉപയോഗിക്കുന്നത്. ചതഞ്ഞ ഒരു ഉറുമ്പ് അപായ ഹോർമോൺ പുറത്തുവിടുന്നു. അത് അടുത്തുള്ള ഉറുമ്പുകളെ ആക്രമണ ഭ്രാന്തിലേക്ക് നയിക്കുകയും അകലെ നിന്നും ഉറുമ്പുകളെ ആകർഷിക്കുകയും ചെയ്യുന്നു. ചില ഉറുമ്പ് വർഗ്ഗങ്ങൾ ശത്രു ഉറുമ്പുകളെ ആശയക്കുഴപ്പത്തിലാക്കുവാനും പരസ്പരം ആക്രമിക്കുവാനും പ്രേരിപ്പിക്കുവാനും തെറ്റിദ്ധരിപ്പിക്കുന്ന ഹോർമോണുകളും ഉപയോഗിക്കാറുണ്ട്. ഉറുമ്പുകളുടെ ശരീരത്തിലെ പല ഘടകങ്ങളാണ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഡ്യൂഫർ ഗ്രന്ഥികൾ, വിഷഗ്രന്ഥികൾ, പിൻകുടലിലെ ഗ്രന്ഥികൾ, കോക്സിസ്, മലദ്വാരം, സ്റ്റേർണം, പിൻകാലിലെ ഗ്രന്ഥികൾ. കോളനികൾക്കുള്ളിൽ വിവരങ്ങൾ പരസ്പരം കൈമാറാൻ ഉറുമ്പുകൾ പരസ്പരം ഹോർമോണുകൾ കൈമാറ്റം ചെയ്യുകയും ഭക്ഷണവുമായി കലർത്തുകയും ചെയ്യുന്നു. ഇത് മറ്റു കുടുംബാംഗങ്ങൾ ഏത് ടാസ്ക് ഗ്രൂപ്പിൽ പെട്ടവരാണെന്ന് നിർണ്ണയിക്കുവാൻ മറ്റുറുമ്പുകളെ അനുവദിക്കുന്നു. കൂടാതെ ചില ഉറുമ്പ് വർഗ്ഗങ്ങൾക്ക് കോളനിയിൽ ഒന്നിലധികം റാണികളുണ്ട്. ഒരു മുഴുവൻ രാജ്ഞിയുടെ നിര തന്നെയുണ്ട്. പ്രധാന റാണി ഒരു പ്രത്യേക ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തുമ്പോൾ അത് അധികാരമാറ്റത്തെ സൂചിപ്പിക്കുന്നു. ജോലിക്കാർ മറ്റൊരു റാണിയെ പരിപാലിക്കുവാൻ തുടങ്ങുന്നു. അവൾ പ്രധാന റാണിയായി മാറുന്നു. ആശയവിനിമയ രീതിയുടെ വൈവിധ്യവും ചെറുതാണെങ്കിലും അത്യന്തം യുക്തിസഹമായ മസ്തിഷ്കവും ചേർന്ന് ഉറുമ്പുകൾക്ക് ഒരു നാഗരികത പോലുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ അതിശയകരമായൊരു നേട്ടം നൽകുന്നുണ്ട്. വലിയ സസ്തനികളിൽ നിന്നും പ്രത്യേകിച്ച് മനുഷ്യരിൽ നിന്നും വളരെയധികം അകലെയായിട്ടും ഉറുമ്പുകൾക്ക് യഥാർത്ഥാർത്ഥത്തിൽ കൃഷി ചെയ്യാനും മൃഗങ്ങളെ വളർത്താനും കഴിവുണ്ട്. പല ഉറുമ്പ് വർഗ്ഗങ്ങളും ഒരു കാലത്ത് മനുഷ്യർ തിരഞ്ഞെടുത്ത പാത പിന്തുടർന്ന് ശ്രദ്ധേയമായ ചില ഫലങ്ങൾ കൈവരിച്ചു. പ്രത്യേകിച്ചും ഉറുമ്പുകൾ തങ്ങളുടെ തനതായ കൃഷിരീതി വികസിപ്പിച്ചെടുത്തു. ഈ രീതി വളരെ വ്യാപകമായി പ്രചരിച്ചതിനാൽ ഉറുമ്പ് കൃഷിയെ ഇപ്പോൾ വ്യക്തമായി തരംതിരിക്കാൻ കഴിയും. താഴ്ന്ന കൃഷി. 80 ഉറുമ്പ് വർഗ്ഗങ്ങൾ ഈ രീതിയിൽ പ്രാവീണ്യം നേടി. ഇടത്തരം കൃഷി. 34 വർഗ്ഗങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി പവിഴക്കൂണുകൾ വളർത്തുന്നു. 18 വർഗ്ഗങ്ങൾ ഈസ്റ്റ് വളർത്തൽ പരിശീലിക്കുന്നു. ഉയർന്ന കൃഷി. 63 ഉറുമ്പ് വർഗ്ഗങ്ങൾ ഉയർന്ന കൃഷിയിൽ പ്രാവീണ്യം നേടിയിരിക്കുന്നു. അവർ കൂണുകൾ വളർത്താനും മുഴുവൻ കൂൺതോട്ടങ്ങൾ സൃഷ്ടിക്കാനും പഠിച്ചു. ഇതിലും ആശ്ചര്യകരമായ കാര്യം ഉറുമ്പുകളുടെ തലമുറകളാൽ അക്ഷരാർത്ഥത്തിൽ വളർത്തപ്പെട്ട ചില പ്രത്യേക കൂൺ ഇനങ്ങൾ വളർന്നു വന്നിട്ടുണ്ട് എന്നതാണ്. ഈ കൂണുകൾക്ക് ഇനി കാട്ടിൽ അതിജീവിക്കാൻ കഴിയില്ല. മറിച്ച് ഈ അത്ഭുതകരമായ ജീവികളുടെ ശ്രദ്ധാപൂർവമായ പരിചരണത്തിൽ ഉറുമ്പ് കൃഷിയിടങ്ങളിൽ മാത്രമേ നിലനിൽക്കാൻ കഴിയൂ. ഇലമുറിക്കുന്ന ഉറുമ്പുകളുടെ കോളനി ഇത്തരം കൃഷികൾക്ക് ഒരു നല്ല ഉദാഹരണമാണ്. അവർ മുഴുവൻ കൂൺതോട്ടങ്ങളും ഒരുക്കുന്നു. മുറിച്ച ഇലകൾ അടിസ്ഥാന വസ്തുക്കളായി ഉപയോഗിക്കുന്നു. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഉറുമ്പുകൾ ഇലകൾ കോളനികളിലേക്ക് കൊണ്ടുവന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അത് വളമായി ഉപയോഗിക്കുന്നു. ഈയൊരു ജോലി ഉറുമ്പിൻ്റെ വലിപ്പത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇതിലെ വലിയ ജോലിക്കാർ തണ്ടുകൾ മുറിക്കുന്നു. ചെറിയ ഉറുമ്പുകൾ ഇലകൾ കഷ്ണങ്ങളായി കടിച്ചു കീറുന്നു. ഏറ്റവും ചെറിയ ഉറുമ്പുകൾ തോട്ടം പരിപാലിക്കുന്നു. കൂൺതോട്ടങ്ങളെ ദോഷകരമായ ബാക്ടീരിയകളിൽ നിന്നും അവർ സംരക്ഷിക്കുകയും ചെയ്യുന്നു. കൂണുകൾക്ക് അപകടകരമായ മറ്റു ബാക്ടീരിയകൾക്കെതിരെ ഒരു ആൻറ്റിബോഡിയായി പ്രവർത്തിക്കുന്ന പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റു ബാക്ടീരിയകൾ ഉറുമ്പിൻ്റെ ശരീരത്തിൻ്റെ ബാഹ്യപ്രതലത്തിൽ ജീവിക്കുന്നു. വിവിധ സസ്യവസ്തുക്കളോടുള്ള കൂണുകളുടെ പ്രതികരണം തിരിച്ചറിയുവാൻ ഇല മുറിക്കുന്ന ഉറുമ്പുകൾക്ക് മതിയായ സംവേദനക്ഷമതയുണ്ട്. അവർ കൂണുകളുടെ രാസ സിഗ്നലുകൾ മനസ്സിലാക്കുന്നു. ഒരു പ്രത്യേകതരം ഇല കൂണുകൾക്ക് വിഷമാണെന്ന് കണ്ടെത്തിയാൽ കോളനി അത് ഓർമ്മിക്കുകയും പിന്നീടത് ശേഖരിക്കാതിരിക്കുകയും ചെയ്യും. ഉറുമ്പ് സമൂഹങ്ങളുടെ ഇത്രയും ഉയർന്ന തലത്തിലുള്ള സ്വയം സംഘടിത ശക്തി ആരെയും ഞെട്ടിക്കുന്നതാണ്. ഇതൊന്നും പോരാത്തതിന് ഉറുമ്പുകൾ ഒരു പടി കൂടെ കടന്നുപോയി. ഉറുമ്പുകൾ മൃഗപരിപാലനത്തിലും പ്രാവീണ്യം നേടിയിരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സജീവവും ശക്തരുമായ വേട്ടക്കാരായിരിക്കുമ്പോൾ തന്നെ ഉറുമ്പുകൾ കന്നുകാലികളെ വളർത്താൻ പഠിച്ചു. എന്നാൽ കന്നുകാലികൾക്ക് പകരം അവർ പേനുകളെയാണ് വളർത്തുന്നത്. പേനുകൾ തേൻതുള്ളി എന്ന പ്രത്യേക തരത്തിലുള്ള സ്രവം സൃഷ്ടിക്കുന്നു. ഇത് വിലപ്പെട്ടതും ഉയർന്ന ഊർജ്ജമുള്ളതുമായ ഭക്ഷണമാണ്.
ഉറുമ്പുകൾ അടുത്തുള്ള ചെടികളിൽ പേനുകളെ മേയ്ക്കുകയും മറ്റു വേട്ടക്കാരിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. പേനുകൾ പുറപ്പെടുവിക്കുന്ന സ്രവം ശേഖരിക്കുക മാത്രമല്ല, ഈ ചെറുപ്രാണികളെ അക്ഷരാർത്ഥത്തിൽ കറക്കാനും അവർ പഠിച്ചു. ഒരു പേനിനെ കറക്കാൻ ഉറുമ്പതിൻ്റെ ആൻറ്റിന ഉപയോഗിച്ച് വയറിൽ ഇക്കിളിപ്പെടുത്തുന്നു. ഉറുമ്പിൻ്റെ ആദ്യത്തെ ആവശ്യത്തിന് പേൻ അനുസരണയോടെ സ്രവം പുറപ്പെടുവിക്കുന്നു. രസകരമെന്ന് പറയട്ടെ, ഇത് പരാത സമൂഹത്തിന് അടുത്തു വരുന്നില്ല. കാരണം ഉറുമ്പുകളുടെ പരിചരണമില്ലാതെ പേനുകൾ മറ്റു വേട്ടക്കാരിൽ നിന്നും വളരെ വേഗം ആക്രമിക്കപ്പെടുകയും ചെയ്യും. മറ്റൊരു പ്രദേശത്ത് കുടിയേറുമ്പോൾ പല ഉറുമ്പ് കോളനികളും പേൻകൂട്ടങ്ങളെ തങ്ങളോടൊപ്പം കൊണ്ടുപോകുന്നു. നമ്മൾ വളർത്തുമൃഗങ്ങളെ എങ്ങനെയാണോ പരിപാലിക്കുന്നത് അതുപോലെ തന്നെയാണ് ഉറുമ്പുകളും അവരുടെ ഈ വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നത്. ഈ നേട്ടങ്ങളെല്ലാം കാണുമ്പോൾ ഉറുമ്പുകൾ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളില്ലാത്ത ജീവരൂപത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് തോന്നിയേക്കാം. അവർക്ക് ഒരു അജയ്യമായ, അവിശ്വസനീയമായ വിധം കൃത്യവും യുക്തിസഹമായ കൂട്ടായ ബോധവുമുണ്ട്. എങ്കിലും അവരുടെ ജീവിത രീതി ഒറ്റനോട്ടത്തിൽ മാത്രമേ കുറ്റമറ്റതായി തോന്നുകയുള്ളൂ. കാരണം അതിന് ചില പോരായ്മകളുണ്ട്. കൂട്ടായി എടുക്കുമ്പോൾ ഈ പോരായ്മകൾ ചിലപ്പോൾ ഒരു പൂർണ്ണ ദുരന്തത്തിലേക്ക് നയിച്ചേക്കാം. ഇതൊന്ന് നോക്കൂ, എന്താണിത്? ഇതാണ് മരണച്ചുഴി. ഈ ഉറുമ്പുകളെല്ലാം ഉടൻ മരിക്കും. പൂർണ്ണമായി വളർന്നു പോകുന്നതുവരെ അവർ ഈ മാരകമായ വലയത്തിൽ നിരന്തരം കറങ്ങിക്കൊണ്ടേയിരിക്കും. യഥാർത്ഥത്തിൽ ഈ പ്രതിഭാസം സംഭവിക്കുന്നത് ഒരു സിസ്റ്റം പിശക് കാരണമാണ്. ഉറുമ്പുകൾക്ക് ഹോർമോൺ ട്രയൽ അടയാളപ്പെടുത്തൽ എത്രത്തോളം നന്നായി പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ സൂചിപ്പിച്ചുവല്ലോ. എന്നാൽ ദശലക്ഷക്കണക്കിന് വർഷത്തെ പരിണാമത്തിലൂടെ വികസിപ്പിച്ചെടുത്തതാണെങ്കിലും ഈ സിസ്റ്റം ഉറുമ്പുകൾക്ക് ചിലപ്പോൾ ഒരു ക്രൂരമായ തമാശയായേക്കാം. ഒരു കൂട്ടം ഉറുമ്പുകൾ ഒരേ ദിശയിൽ പലവട്ടം തിരിയുമ്പോൾ അവർ ഒരു മിനിറ്റ് മുമ്പ് അവശേഷിപ്പിച്ചു പോയ സ്വന്തം ഗന്ധമുള്ള പാതയിലൂടെ തന്നെ സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. പാതയിലൂടെ സഞ്ചരിച്ച ശേഷം ഉറുമ്പുകൾ വീണ്ടും അതേ തിരിവുകൾ എടുക്കുകയും അതേ സ്ഥലത്തേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ഈ ചക്രം അങ്ങനെ ആവർത്തിക്കപ്പെടുന്നു. ഏറ്റവും അരോചകമായ കാര്യം, സ്വന്തം കാൽപ്പാടുകൾ പലതവണ പിന്തുടരുമ്പോൾ ഉറുമ്പുകൾ ഹോർമോണുകൾ സ്രവിക്കുന്നത് തുടരുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ ഈ ദുഷിച്ച വലയത്തെയും ശരിയായ ദിശയിലേക്കാണ് പോകുന്നത് എന്ന തങ്ങളുടെ ആത്മവിശ്വാസത്തെയും ശക്തിപ്പെടുത്തുന്നു. ഈ സന്തോഷകരവും സംശയം തോന്നാത്തതുമായ ഉറുമ്പുകളോടൊപ്പം ഈ വലിയ ഘോഷയാത്രയ്ക്ക് കാരണം എന്താണ് എന്ന് ഒന്നും അറിയാത്ത അവരുടെ സുഹൃത്തുക്കളും വന്നു ചേരുന്നു. ഈ യാത്രയുടെ ഫലം എളുപ്പത്തിൽ പ്രവചിക്കാവുന്നതാണ്. ഈ മാരകമായ നൃത്തത്തിൽ ആയിരക്കണക്കിന് ഉറുമ്പുകൾ വളഞ്ഞു മരണമടയുന്നു. ഒരു അപകടകരമായ ബാഹ്യ ഇടപെടലിന് മാത്രമേ അവരെ രക്ഷിക്കാനാവൂ. 1921 ഡയാനയിൽ വെച്ച് US സഞ്ചാരിയായ വില്യം ബീബിയാണ് ഏറ്റവും വലിപ്പം കൂടിയ മരണച്ചുഴി നിരീക്ഷിച്ചത്. കിഴക്കൻ ഉറുമ്പുകൾ 365 മീറ്റർ വീതിയുള്ള ഒരു നൃത്തം സൃഷ്ടിച്ചുവെന്നും അവരുടെ ആത്മഹത്യാപരമായ നടത്തം 2 ദിവസം നീണ്ടുനിന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇത്തരം ചുഴലിക്കാറ്റുകൾ അത്ര വിരളമല്ല. മിക്കവാറും എല്ലാത്തരം ഉറുമ്പുകൾക്കും മരണച്ചുഴിയിലേക്ക് ആകർഷിക്കപ്പെടാൻ കഴിയും. നിർഭാഗ്യവശാൽ ഉറുമ്പുകൾ ഇത് അന്തർലീനമായ പെരുമാറ്റ രീതിയുടെ ഭാഗമായി ചെയ്യുന്നു. അടുത്തടുത്തായി നിരവധി ഉറുമ്പുകൾ ട്രെയിലുകൾ ഉള്ളിടത്തെല്ലാം ഇത്തരം അപകടങ്ങൾ എപ്പോഴും സംഭവിക്കുന്നു. എന്നിരുന്നാലും നമ്മൾ മിക്കതിനും അരികിലൂടെ നടന്നു പോകുന്നു. പലപ്പോഴും വളരെ കുറച്ച് ഉറുമ്പുകൾ മാത്രമേ ഈ കെണിയിൽ വീഴാറുള്ളൂ. തുറന്നതും പരന്നതുമായ പ്രദേശങ്ങളിൽ ഇത്തരം വൃത്തങ്ങൾ യഥാർത്ഥത്തിൽ ഭീമാകാരമായ അളവിൽ എത്താം. ഇത് ഭയപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ്. ഉറുമ്പുകൾ ഏതെങ്കിലും തരത്തിലുള്ള സോംബിയെ പോലെ പെരുമാറുന്നു. എന്നാൽ ഉറുമ്പുകൾക്ക് യഥാർത്ഥത്തിൽ സോംബികളാകാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് വെറുമൊരു തമാശയല്ല. സിനിമകളിൽ നമ്മൾ കാണുന്ന ഒരു സാധാരണ സോംബി സാഹചര്യമാണിത്. ആളുകളെ ഭയപ്പെടുത്തുന്ന ബുദ്ധിയില്ലാത്ത ജീവികളായി മാറ്റുന്ന ഒരു അണുബാധ. എന്നാൽ പ്രകൃതിക്ക് സമാനമായ ഒരു ഭീകരമായ സാഹചര്യമുണ്ട്. ഇതാണ് കോർഡിസെപ്സ് ലോബ്സൈഡ്സ്. ഇത് നിരുപദ്രവകാരിയായ ഒരു കൂണാണെന്ന് തോന്നുന്നു. എന്നാൽ ഉറുമ്പുകൾക്ക് സ്വപ്നങ്ങളുണ്ടെങ്കിൽ ഈ കൂൺ തീർച്ചയായും അവരുടെ പേടി സ്വപ്നമായിരിക്കും. ഈ കൂണിൻ്റെ ബീജങ്ങൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഒരു ഉറുമ്പിന് സംഭവിക്കാവുന്ന ഏറ്റവും ഭയാനകമായ കാര്യമാണ്. ഈ പരാതം ഇരയുടെ ഗന്ധബോധത്തെ ബാധിക്കുന്നു, അതിൻ്റെ പ്രധാന ആശയവിനിമയ ചാനൽ. തൽഫലമായി അണുബാധിതനായ ഉറുമ്പിന് സുഹൃത്തുക്കളുമായി ബന്ധം നഷ്ടപ്പെടുന്നു. അകലെ അലഞ്ഞു തിരിയുകയും കോളനിയിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കാതെ ആവുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ കൂൺ അതിൻ്റെ പെരുമാറ്റത്തെ തന്നെ നിയന്ത്രിക്കുന്നു. പൂർണ്ണമായി വളരുവാൻ ഏറ്റവും അനുയോജ്യമായ സാഹചര്യങ്ങൾ അത് തേടിക്കൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ കൂൺ ഉറുമ്പിൻ്റെ ഒരു തണുത്തതും ഈർപ്പമുള്ളതുമായ സ്ഥലം കണ്ടെത്താനും ആ ശാഖയിലെ ഇലകളുടെ അടിയിൽ കടിച്ചു പിടിക്കാനും പ്രേരിപ്പിക്കുന്നു. ഉറുമ്പ് ഇല കടിക്കുമ്പോൾ പേശി പ്രവർത്തനം കൂൺ തടസ്സപ്പെടുത്തുന്നതിനാൽ അതിന് ഇനി അത് വിടാൻ കഴിയില്ല. കൂൺ ഉറുമ്പിൻ്റെ ശരീരത്തിനുള്ളിൽ വളരുന്നത് തുടരുന്നു. ഒടുവിൽ അതിൻ്റെ തല തുളച്ച് പുതിയ ബീജങ്ങൾ പുറത്തുവിടുന്നു. ഈ മുഴുവൻ പ്രക്രിയയ്ക്കും ഏകദേശം
10 വേദനാജനകമായ ദിവസങ്ങളോളം എടുക്കും. ഈ സമയത്തിൻ്റെ ഭൂരിഭാഗവും ഉറുമ്പ് ജീവനോടെ തന്നെ ഉണ്ടാകും. നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നതിനേക്കാളും ഭയാനകമാണ് അല്ലേ? ഒരുമിച്ച് ഈ പ്രതിഭാസത്തെക്കുറിച്ച് ശാസ്ത്രത്തിന് വളരെ കാലമായി അറിയാം. എന്നാൽ പരാതമായ കൂണിന് എങ്ങനെയാണ് ഉറുമ്പിൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നത് എന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് ഇതുവരെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടേയില്ല. ഇതിനെ പലപ്പോഴും തലച്ചോറിലെ പരാതം എന്നാണ് വിളിക്കുന്നത്. എന്നാൽ 2021 ഫെബ്രുവരിയിൽ പ്രൊസീഡിങ്സ് ഓഫ് ദ നാഷണൽ അക്കാദമി ഓഫ് സയൻസിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം ഈ സിദ്ധാന്തത്തെ നിരാകരിക്കുകയാണ്. പ്രാണികളുടെ തലച്ചോറിന് കേടുപാടുകൾ സംഭവിക്കുന്നില്ലെന്നും ശരീരത്തിലുടനീളമുള്ള പേശി തന്തുക്കളിലേക്ക് മൈസീലിയം കടത്തിവിട്ടാണ് ഉറുമ്പിനെ നിയന്ത്രിക്കുന്നത് എന്നും അത് വെളിവാക്കുന്നു. വാസ്തവത്തിൽ ഇത് ബാധിക്കപ്പെട്ട ഒരു ഉറുമ്പ് ഒരു പുറന്തോടും കൂണിനെ കൊണ്ടുപോകുവാനുള്ള ഒരു മാർഗവുമായി മാറുന്നു. ഉറുമ്പിൻ്റെ ടിഷ്യൂ കോശങ്ങൾ ഭാഗികമായി കൂണുപയോഗിച്ച് മാറ്റി സ്ഥാപിക്കപ്പെടുന്നു. അതായത് ഫലത്തിൽ ഉറുമ്പ് ഒരു കൂണായി തന്നെ മാറുന്നു, ഒരു യഥാർത്ഥ പാവക്കളിക്കാരനെ പോലെ. കൂണ് ചരടുകൾ വലിക്കുന്നു. ഒരു ഭയാനകമായ സാഹചര്യം ചെയ്യുവാൻ ഉറുമ്പ് നിർബന്ധിതനാകുന്നു. ഈ സോംബി സ്വാധീനത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ഒരു അവസരവുമില്ലാതെ. എങ്കിലും അവരുടെ എല്ലാ ബലഹീനതകൾക്കിടയിലും ഉറുമ്പുകൾ ഭൂമിയുടെ ജൈവമണ്ഡലത്തിൽ അവരുടെ ഇടം ഉറപ്പിച്ചിരിക്കുന്നു. അവരുടെ സമൂഹത്തിൻ്റെ ഘടനയും അത് മനുഷ്യ നാഗരികതയുമായി ഇത്രത്തോളം സാമ്യപ്പെടുന്നു എന്നതും ഒരൽപ്പം ഞെട്ടിക്കുന്നതാണ്. ഭാവിയിൽ അവർ ഏത് തരത്തിലുള്ള നാഗരികത മുന്നേറ്റമാണ് ഈ ഭൂമിയിൽ നടത്താൻ പോകുന്നത് എന്ന് നമുക്കിന്നറിയില്ല. നമ്മളെല്ലാവരും ചിതലുകളെ നേരിട്ട് കണ്ടിട്ടുള്ളവരാണ്. നമ്മുടെ വീട് പെട്ടെന്ന് പൊടിയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവയെ ശ്രദ്ധിക്കാതിരിക്കാൻ ആർക്ക് സാധിക്കും? എന്നാൽ അവരെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമേ അറിയാവൂ എന്നതിനാണ് സാധ്യത കൂടുതൽ. ഉദാഹരണത്തിന്, എത്ര ചിതലുകൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കൊരു ധാരണ പോലും ഉണ്ടാകില്ല. അവയുടെ സ്പീഷീസുകളുടെ എണ്ണം തന്നെ അമ്പരപ്പിക്കുന്നതാണ്. ഏകദേശം 3000 ഇനം ചിതലുകളെ കണ്ടെത്തിയിട്ടുണ്ട്. അന്റാർട്ടിക്ക ഒഴികെ ഭൂമിയിലുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇവ ജീവിക്കുന്നു. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇവയുടെ ഏറ്റവും വലിയ വൈവിധ്യം കാണപ്പെടുന്നത്. അവ വളരെയേറെ ചെറുതാണ്, മിക്കവാറും 0.1 ഇഞ്ച് മാത്രം വലിപ്പം. അവയിൽ അപൂർവം ചില ഇനങ്ങൾ 0.6 ഇഞ്ച് വരെ വളരാറുമുണ്ട്. എന്നാൽ അവയുടെ ആകെ എണ്ണം ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര വലുതാണ്. ഏകദേശ കണക്കുകൾ പ്രകാരം 100 കണക്കിന് ക്വാഡ്രില്യൺ ചിതലുകൾ ഈ ഭൂമിയിലുണ്ട്. ഈ സംഖ്യ മനസ്സിലാക്കാൻ പ്രയാസമായതുകൊണ്ട് ശാസ്ത്രജ്ഞർ അവരുടെ ഭാരം കണക്കാക്കുന്നു. അതിനായി ഡ്രൈ ബയോമാസ്, അതായത് വെള്ളം നീക്കം ചെയ്തിട്ടുള്ള ഭാരമാണ് അളവുകോലായി ഉപയോഗിക്കുന്നത്. കാരണം ശരീരത്തിലെ ജലാംശം കാരണം ഒരു ജെല്ലി ഫിഷ് വെറുതെ മറ്റൊരാളേക്കാൾ ഭാരമുള്ളതായി കണക്കാക്കപ്പെടുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. സയൻസ് അഡ്വാൻസ് പ്രകാരം ഭൂമിയിലെ എല്ലാ ചിതലുകളുടെയും ഡ്രൈ മാസ് ഏകദേശം 100 ദശലക്ഷം ടണ്ണാണ്. ഇത് ഭൂമിയിലെ മുഴുവൻ മനുഷ്യരാശിയുടെയും ആകെ ഭാരത്തിന് ഏകദേശം തുല്യമാണെന്ന് ഓർക്കണം. ഭൂമിയുടെ തലത്തിൽ നിന്ന് നോക്കിയാൽ പോലും ചിതലുകളെ കാണുവാൻ സാധിക്കും. അക്ഷരാർത്ഥത്തിൽ അവ ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ടൺ മീഥൈൻ വാതകം പുറത്തുവിടുന്നുണ്ട്. ഇത് ആഗോള മീഥൈൻ പുറന്തള്ളലിൻ്റെ 1 മുതൽ 3% വരെ വരും. അവർ കോളനികളിലാണ് ജീവിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ ഇത് വെറും സാധാരണയായി തോന്നാം. ഉറുമ്പുകളും തേനീച്ചകളും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ചില ചിതൽ കോളനികൾ എങ്ങനെയുള്ളതാണ് എന്ന് നിങ്ങൾക്ക് കാണണോ? മനുഷ്യൻ്റെ അളവുകോലുകൾ വെച്ച് നോക്കിയാൽ പോലും അവ ഭീമാകാരമാണ്. മൈലുകൾ അകലെ നിന്ന് പോലും അവ ദൃശ്യമാകും. ചില ആഫ്രിക്കൻ ഇനങ്ങളുടെ ചിതൽപ്പുറ്റുകൾ 26 മുതൽ 33 അടി വരെ ഉയരത്തിൽ എത്തി നിൽക്കുന്നു. 40 അടിയിലധികം ഉയരമുള്ള പുറ്റുകളുടെ റെക്കോർഡുകളും നിലവിലുണ്ട്. ഓരോ ഘടനയ്ക്കും ടൺ കണക്കിന് ഭാരമുണ്ടാകും. അതുകൊണ്ട് പ്രാണികളുടെ ലോകത്തിൽ ഇവ യഥാർത്ഥ ആകാശഗോപുരങ്ങളും വൻ നഗരങ്ങളുമാണ്. ലോകമെമ്പാടുമുള്ള ഇവയുടെ വ്യാപനം പ്രാണികളെ സംബന്ധിച്ചിടത്തോളം അവിശ്വസനീയമാണ്. വടക്ക് കിഴക്കൻ ബ്രസീലിൽ ഒരു ഭീമാകാരമായ ചിതൽ നഗരം തന്നെയുണ്ട്. നഗരമെന്നത് വളരെ ചെറിയ വാക്കാണ്. ഇത് ഗ്രേറ്റ് ബ്രിട്ടൻ്റെ വലിപ്പമുള്ള ഒരു ചിതൽ രാജ്യം തന്നെയാണെന്ന് പറയാം. ഇവിടെ 200 ദശലക്ഷം മൺകൂനകളുണ്ട്. ഇവ ചിതൽപ്പുറ്റുകളുടെ മുകൾ ഭാഗം മാത്രമാണ്. ഓരോ കൂനയ്ക്കും 8 അടി ഉയരവും 30 അടി വീതിയുമുണ്ട്. സത്യത്തിൽ ഇവിടെ ഇത്രയധികം കൂനകൾ ഉള്ളതുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങളിൽ കണ്ടാൽ തൊലിപ്പുറത്തുണ്ടാകുന്ന ചെറിയ കുമിളുകൾ പോലെ തോന്നും. ഈ ചിതൽ വൻ നഗരം അതിപുരാതനമാണ്. ഇവിടെയുള്ള ഏറ്റവും പഴയ കൂനകൾക്ക് 4000 വർഷത്തോളം പഴക്കമുണ്ട്. ദീർഘകാലം ഏറ്റവും പഴക്കമുള്ള ചിതൽ ആവാസ കേന്ദ്രമെന്ന റെക്കോർഡ് ഇതിനായിരുന്നു. എന്നാൽ പിന്നീട് മറ്റൊരു സ്ഥലം വലിയ വ്യത്യാസത്തിൽ മറികടന്നു. 2024 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഹംഗറിയിൽ നിന്നുമുള്ള അന്താരാഷ്ട്ര ശാസ്ത്രജ്ഞരുടെ സംഘം
ലോകത്തിലെ ഏറ്റവും വലിയ സജീവമായ ചിതൽപ്പുറ്റുകൾ കണ്ടെത്തി. അവ മനുഷ്യ നാഗരികതയേക്കാൾ പഴക്കമുള്ളതാണെന്ന് തെളിഞ്ഞു. അതായത് നമുക്കറിയാവുന്ന കൃഷി, കരകൗശലം, എഴുത്ത് എന്നിവ തുടങ്ങുന്നതിനു മുൻപുള്ളവ. പരിശോധനയിൽ ഈ ഘടനകൾക്ക് 34,000 വർഷം വരെ പഴക്കമുണ്ടെന്ന് കണ്ടെത്തി. യൂറോപ്പിലെ ഗുഹാചിത്രങ്ങളെക്കാളും വടക്കൻ അർദ്ധഗോളത്തിൽ മഞ്ഞുപാളികൾ മൂടിക്കിടന്നിരുന്ന കാലഘട്ടത്തെക്കാളും പഴക്കമുള്ളവയാണെന്ന് ഗവേഷകനായ മിഷേൽ ഫ്രാൻസിസ് വിശദീകരിക്കുന്നു. ഇനി നമുക്ക് ഈ അത്ഭുതങ്ങൾ പണിത ജീവികളെയും അവരുടെ ലോകവും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കാണാം. നമുക്ക് ചിതലുകളുടെ വംശപരമ്പരയിൽ തുടങ്ങാം. അത്ഭുതപ്പെടേണ്ട, ചിതലുകൾ ഉറുമ്പുകളുമായി യാതൊരു ബന്ധവുമില്ലാത്തവരാണ്. വിദൂര ബന്ധുക്കൾ പോലുമല്ല. കാഴ്ചയിൽ ഇവർ ഉറുമ്പുകളെ പോലെ ഇരിക്കുന്നതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ വിചിത്രമായി തന്നെയായിരിക്കും തോന്നുക. യഥാർത്ഥത്തിൽ അവയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ക്രിപ്റ്റോസർക്കസ് ഇനത്തിൽപ്പെട്ട മരം തിന്നുന്ന പാറ്റകളാണ്. ഒറ്റനോട്ടത്തിൽ ഇവയ്ക്ക് തമ്മിൽ സാമ്യം തോന്നില്ലായിരിക്കാം. എന്നാൽ അവയുടെ കുടലിനുള്ളിലെ ബാക്ടീരിയകൾ പോലും സമമാണ്. മനുഷ്യരെ പോലെ ചിതലുകളുടെ കുടലിലും ബാക്ടീരിയകളുണ്ടെന്ന അത്ഭുതകരമായി തോന്നും. പക്ഷേ ഇത് കഥയുടെ തുടക്കം മാത്രമാണ്. ചിതലുകൾ അതിപുരാതന ജീവികളാണ്. ഏകദേശം 145 മുതൽ 130 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് അവ പ്രത്യക്ഷപ്പെട്ടത്. അവയുടെ പരിണാമവേരുകൾ 170 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജുറാസിക് കാലം വരെ നീളുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഡൈനോസറുകൾ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെടുന്നതിന് എത്രയോ മുൻപേ ഈ ചിതലുകൾ ഉണ്ടായിരുന്നു. അവ ആ മഹാവിനാശത്തെയും മഞ്ഞുയുഗങ്ങളെയും എല്ലാം അതിജീവിച്ചു. ഇത്രയും പുരാതനവും വിനാശകരമല്ലാത്തതുമായ ഈ ജീവികളെ പ്രകൃതി എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ചിതലുകളും ഉറുമ്പുകളും ബന്ധുക്കളല്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ ഇവർ തമ്മിലുള്ള സാമ്യം ശ്രദ്ധേയമാണ്. അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമാകുവാൻ നമുക്ക് ഇവയെ ഇടയ്ക്കിടെ ഉറുമ്പുകളുമായി താരതമ്യം ചെയ്യേണ്ടി വരും. ആദ്യത്തെ സാമ്യം ഇവയുടെ വിഭജനമാണ്. ജോലിക്കാർ, സൈനികർ, പ്രത്യുൽപാദന വിഭാഗം. ചിതലുകളുടെ ശരീരം 3 ഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്: തല, നെഞ്ച്, വയറ്. ഇവയുടെ തലയിൽ ചവയ്ക്കുവാനുള്ള താടിയെല്ലുകളും മാല കോർത്ത മുത്തുകൾ പോലുള്ള ആന്റിനകളുമുണ്ട്. ചിതലുകളുടെ പ്രധാന മൂക്കും നാവിഗേഷൻ ഉപകരണങ്ങളുമെല്ലാം ഈ ആന്റിനകളാണ്. ഉറുമ്പുകളെ പോലെ തന്നെ ഇവ വായുവിലെ മണവും സ്പർശവും തിരിച്ചറിയുന്നു. മിക്ക ചിതൽ ജോലിക്കാർക്കും സൈനികർക്കും കണ്ണുകളില്ല. അതെ, ഏകദേശം എല്ലാ ചിതലുകളും പരിപൂർണമായും അന്ധന്മാരാണ്. അവരുടെ ലോകം ഇരുളടഞ്ഞതാണ്. പ്രകാശത്തിന് പകരം രാസവസ്തുക്കളുടെയും ചലനങ്ങളിലൂടെയുമാണ് ഇവ ലോകത്തെ തിരിച്ചറിയുന്നത്. എന്നാൽ പ്രത്യുൽപാദന ശേഷിയുള്ള ആൺപെൺ ചിതലുകൾക്ക് കാഴ്ചയുണ്ട്. എല്ലാ പ്രാണികളെയും പോലെ ഇവ ശ്വസിക്കുന്നത് ശരീരത്തിൻ്റെ വശങ്ങളിലുള്ള ചെറിയ സുഷിരങ്ങളിലൂടെയാണ്. ഇവയുടെ രക്തചംക്രമണ സംവിധാനം തുറന്ന രീതിയിലുള്ളതാണ്. ശരീരത്തിൽ രക്തത്തിന് പകരം ഹീമോലിംബ് എന്ന പദാർത്ഥമാണുള്ളത്. ഇവരുടെ ഹൃദയം മനുഷ്യരുടേതുപോലെ ഒരു അടഞ്ഞ സംവിധാനമല്ല, മറിച്ച് ദ്രാവകത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പമ്പ് ചെയ്യുന്നതിന് പറ്റിയ ഒരു പമ്പ് സംവിധാനമാണ്. ചിതലിൻ്റെ തൊലി വളരെയേറെ നേർത്തതാണ്. അതുകൊണ്ട് ശാരീരിക മുറിവുകളേക്കാൾ അവർ ഭയപ്പെടുന്നത് ശരീരത്തിലെ വെള്ളം നഷ്ടപ്പെടുന്നതിനെയാണ്. ഈ നേർത്ത ചർമ്മത്തിലൂടെ വെള്ളം വേഗത്തിൽ ബാഷ്പീകരിക്കപ്പെടും. അതിനാൽ ചിതലുകൾ കർശനമായ ജലസംരക്ഷണ നിയമങ്ങൾ പാലിക്കുന്നു. അവ എപ്പോഴും ഒളിഞ്ഞിരിക്കുകയും ഈർപ്പം നിലനിർത്തുകയും ചെയ്യുന്നു. പുറത്തേക്ക് സഞ്ചരിക്കുമ്പോൾ മണ്ണുകൊണ്ട് നിർമ്മിച്ച മൂടിയ കുഴലുകളിലൂടെ മാത്രമേ അവ പോകാറുള്ളൂ. നേരിട്ടുള്ള സൂര്യപ്രകാശം ഒഴിവാക്കാനാണ് ഇവ നിർമ്മിക്കുന്നത്. ഏറ്റവും പ്രത്യേകത നിറഞ്ഞത് അവരുടെ ദഹന വ്യവസ്ഥയ്ക്കാണ്. കാരണം ചിതലുകൾ മരം തിന്നുന്നു. മിക്ക ജീവികൾക്കും മരം ദഹിപ്പിക്കുക എന്നത് കല്ല് ദഹിപ്പിക്കുന്നത് പോലെ അസാധ്യമായൊരു കാര്യമാണ്. മരത്തിലെ പ്രധാന ഘടകമായ സെല്ലുലോസ് വിഘടിപ്പിക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. എന്നാൽ മറ്റേതൊരു ജീവിയേക്കാളും നന്നായി ചിതലുകൾക്ക് ഇത് നേടിയെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. മറ്റു ചില സൂക്ഷ്മജീവികളുമായി ചേർന്ന് സഹജീവനത്തിലൂടെയാണ് ഇവ ഇത് സാധ്യമാക്കുന്നത്. ചിതലുകളുടെ നാഡീവ്യൂഹം പ്രാണികളുടേതുപോലെ തന്നെയാണ്. തലച്ചോറിന് പുറമെ ശരീരത്തിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന നാഡീ കേന്ദ്രങ്ങളുണ്ട്, ഗാംഗ്ലിയ. ഓരോ നാഡീകേന്ദ്രവും അതിൻ്റേതായ ഭാഗങ്ങളെയാണ് നിയന്ത്രിക്കുക. ആന്റിനകൾ മൂക്കായും വിരൽത്തുമ്പായും പ്രവർത്തിക്കുന്നു. ചിതലിൻ്റെ കാലുകളിലും ചർമ്മങ്ങളിലും കമ്പനങ്ങൾ തിരിച്ചറിയുവാനുള്ള പ്രത്യേക സെൻസറുകളുണ്ട്. അതുകൊണ്ട് അവ ചെവി കൊണ്ടല്ല, മറിച്ച് കാലുകൾ കൊണ്ടാണ് കേൾക്കുന്നത്. സൈനിക ചിതലുകളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇനത്തിനനുസരിച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ചിലർക്ക് വലിയ താടിയെല്ലുകളുണ്ട്. മറ്റു ചിലർ ശത്രുവിനെ തളയ്ക്കുവാൻ പശയുള്ളതോ ആസിഡ് പോലെയുള്ളതുമായ ദ്രാവകങ്ങൾ പുറപ്പെടുവിക്കുന്നു. നാസ്യൂട്ടി ടെർമിനേറ്റിനെ വിഭാഗത്തിൽപ്പെട്ട ചിതലുകൾക്ക്
തലയിൽ ഒരു നോസൽ തന്നെയുണ്ട്. ശത്രുവിനെ ഓടിക്കുന്നതിനു വേണ്ടി ഇതുവഴി അവർ പുറത്തേക്ക് രാസായുധം സ്പ്രേ ചെയ്യുന്നു. ഈ ചിതൽ സമൂഹം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. മഴ കഴിഞ്ഞുള്ള ഒരു സായാഹ്നത്തിൽ ഒരു ചിതൽപ്പുറ്റിന് ചുറ്റുമുള്ള മണ്ണ് വിണ്ടുകീറുന്നതായി തോന്നാം. അന്തരീക്ഷത്തിൽ ഉയരുന്ന ഈർപ്പവും കാറ്റില്ലാത്ത അവസ്ഥയുമുള്ളപ്പോഴാണ് ചിതലുകൾ കൂട്ടമായി പുറത്തു വരുന്നത്. ചിറകുള്ള ആൺപെൺ ചിതലുകൾ പുറത്തേക്ക് വരുന്നു. അവയെ അലേറ്റുകൾ എന്നാണ് വിളിക്കുക. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അവർ മണത്തിലൂടെ ഇണകളെ കണ്ടെത്തുന്നു. ഓരോ കോളനിക്കും ഓരോ മണമാണുള്ളത്. അതുകൊണ്ട് സ്വന്തം കുടുംബത്തിന് പുറത്തുള്ള ഇണയെ കണ്ടെത്തുവാൻ അവർക്ക് എളുപ്പമായിരിക്കും. ഒരിക്കൽ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ തങ്ങളുടെ ചിറകുകൾ സ്വയം കളയുന്നു. അവർക്കിനി പറക്കാൻ രണ്ടാമതൊരു അവസരമില്ല. ഇനി അവർ കാൽനടയായി സഞ്ചരിക്കേണ്ടതുണ്ട്. ആൺചിതലുകൾ പെൺചിതലിൻ്റെ പിന്നാലെ പോകുന്നു. അവർ മണ്ണിലോ കല്ലിനടിയിലോ ഒരു ചെറിയ സ്ഥലം കണ്ടെത്തുകയും അവിടെ ആദ്യത്തെ മുറി നിർമ്മിക്കുകയും ചെയ്യുന്നു. അവിടെ വെച്ച് അവർ ഇണ ചേരുന്നു. റാണി ചിതലിന് വർഷങ്ങളോളം ബീജം സംഭരിച്ചു വയ്ക്കാം. ഇവിടെ ഉറുമ്പുകളെ പോലെയല്ല. ഉറുമ്പുകളെ പോലെ ആൺചിതലുകൾ ഇവിടെ ചാകില്ല. ചിതൽ രാജാവ് റാണിക്കൊപ്പം ജീവിത അവസാനം വരെ കൂടെയുണ്ടാകും. ചിതൽ കോളനി വളരുന്നത് പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങളിലൂടെയാണ്. ആദ്യത്തെ ഘട്ടം, റാണി കുറച്ച് മുട്ടകൾ മാത്രം ഇടുന്നു. രാജാവ് അവളെ ശുശ്രൂഷിക്കുകയും അവൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുന്നു. കൂടാതെ അവളിട്ട മുട്ടകൾക്ക് മുഴുവൻ രാജാവ് കാവൽ നിൽക്കുന്നു. അടുത്തത് കോളനി വളരാൻ തുടങ്ങുന്ന ഘട്ടമാണ്. ആദ്യത്തെ ജോലിക്കാർ പുറത്തു വരുന്നു. പിന്നീട് അവർ റാണിയെ നോക്കുകയും റാണി ഇട്ടിരിക്കുന്ന മുട്ടകൾക്ക് ആവശ്യമായ ചൂടും ഈർപ്പവും ചിതൽപ്പുറ്റിനുള്ളിൽ ഉറപ്പാക്കുകയും ചെയ്യുന്നു. അടുത്തത് അവസാനത്തെ ഘട്ടമായ കോളനിയുടെ വികാസമാണ്. കോളനി വലുതാകുമ്പോൾ റാണി കൂടുതൽ ഭക്ഷണം കഴിക്കുകയും അതിനനുസരിച്ച് അവളുടെ വയറ് വീർത്ത് വലുതാവുകയും ചെയ്യുന്നു. അവൾ പിന്നീട് ഒരു ജീവിക്കുന്ന ഇൻക്യുബേറ്ററായി മാറുന്നു. ഒരു ദിവസം തന്നെ 10,000-കണക്കിന് മുട്ടകൾ വരെ അവൾ ഇടുന്നു. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന ഈ കുഞ്ഞുങ്ങളെല്ലാം ജോലിക്കാരാകണമോ സൈനികരാകണമോ എന്നത് അവർക്ക് നൽകുന്ന ഭക്ഷണത്തെയും രാസസന്ദേശങ്ങളെയും ആശ്രയിച്ചിരിക്കും. ഇത് ജനസംഖ്യ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു പ്രത്യേക വിദ്യയാണ്. ചിതലുകളുടെ ആഹാര രീതിയും അതിശയകരമാണ്. ചിലർ മരം ദഹിപ്പിക്കുവാൻ ഉടലിലെ ജീവികളെ ആശ്രയിക്കുമ്പോൾ മറ്റു ചിലർ ചിതൽപ്പുറ്റിനുള്ളിൽ ഫംഗസ് കൃഷി ചെയ്യുന്നു. ജോലിക്കാർ ഇലകളും ചവറുകളും ശേഖരിച്ച് ചിതൽപ്പുറ്റിൻ്റെ ഉള്ളിൽ ചെറിയ കൃഷിത്തോട്ടങ്ങൾ ഒരുക്കുന്നു. അതിൽ വളരുന്ന കൂണുകൾ ചിതലുകൾ ആഹാരമാക്കുന്നു. ഈ കൃഷിരീതി വഴി അവർ മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കുകയും ചെയ്യുന്നു. എത്രയൊക്കെ സജ്ജീകരണങ്ങൾ ചെയ്ത് സംരക്ഷണം ഒരുക്കി വെച്ചാലും ചിതലുകൾക്ക് ശത്രുക്കൾ ഏറെയാണ്. ഉറുമ്പ് തീനികൾ അവരുടെ ഒരു പ്രധാന ശത്രുവാണ്. പക്ഷികളും പാമ്പുകളും എല്ലാം ഇവരെ ഭക്ഷിക്കുന്നു. എന്നാൽ ഏറ്റവും വലിയ ശത്രു ഉറുമ്പുകളാണ്. ഉറുമ്പുകൾ ആക്രമിക്കുമ്പോൾ ചിതൽ സൈനികർ ജീവൻ കൊടുത്തുപോലും ചിതൽപ്പുറ്റിനെ സംരക്ഷിക്കുന്നു. ചില ഇനം ചിതലുകൾ ശത്രുവിനെ നശിപ്പിക്കുന്നതിനായി സ്വയം പൊട്ടിത്തെറിക്കാറുണ്ട്. വാർദ്ധക്യ സഹജമായി താടിയെല്ലുകൾക്ക് തേയ്മാനം സംഭവിക്കുകയും കാര്യക്ഷമമായി പോരാടാനോ ഭക്ഷണം ശേഖരിക്കാനോ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ മാത്രമാണ് ചിതലുകൾ ഇത്തരത്തിൽ ജീവിക്കുന്ന രാസബോംബുകളായി മാറുന്നത് എന്ന് ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷിച്ചു. കോളനിയുടെ സുരക്ഷയ്ക്കായി പ്രായമായ ജോലിക്കാർ അന്ന് സ്വയം ബലിയർപ്പിക്കുന്നു. ഈ യുദ്ധത്തിലെ വിജയം എപ്പോഴും താൽക്കാലികം മാത്രമാണ്. ഇന്ന് കോളനി ഒരു ആക്രമണത്തെ പ്രതിരോധിച്ചേക്കാം, പക്ഷേ നാളെ ശത്രുവിൻ്റെ തന്ത്രങ്ങൾ മാറിയേക്കാം. എങ്കിലും ഉറുമ്പുകളെ നിയന്ത്രിക്കുവാൻ സാധിക്കും. അവരോട് പോരാടി വിജയിക്കുവാനും സാധിക്കും. യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത് ശത്രു അവരുടെ ഉള്ളിൽ തന്നെ താമസം ഉറപ്പിക്കുമ്പോഴാണ്. നമുക്കൊരു നിമിഷം ഉറുമ്പുകളിലേക്ക് തന്നെ മടങ്ങാം. പക്ഷേ ഇത്തവണ അവരോട് സഹതാപം തോന്നാനായി മാത്രം. കാരണം അവരുടെ ലോകത്ത് അത്രമേൽ ഭയപ്പെടുത്തുന്ന ചിലതുണ്ട്. ഒരു യഥാർത്ഥ ജീവിത ഹൊറർ കഥ. ഈ ചിത്രത്തിൽ കാണുന്ന പാവം ഉറുമ്പ് ഇപ്പോൾ പഴയ ഉറുമ്പല്ല. ഒരു സൂക്ഷ്മജീവി അതിൻ്റെ ശരീരത്തെ പൂർണ്ണമായും നിയന്ത്രണത്തിനുള്ളിലാക്കിയിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ആ ഫംഗസ് അതിൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കുകയും ഏതെങ്കിലും ചെടിയുടെ തണ്ടിന് മുകളിൽ അതിൻ്റെ അവസാന യാത്രയ്ക്കായി നയിക്കുകയും ചെയ്യുന്നു. അവിടെ വെച്ച് ഫംഗസ് ഉറുമ്പിൻ്റെ ശരീരത്തിലൂടെ വളർന്ന് അതിൻ്റെ ബീജകണങ്ങൾ വായുവിൽ പരത്തുന്നു. ചിതലുകൾ ഇത്തരത്തിലുള്ള സോംബി ഭീകരത നേരിടുന്നില്ല എങ്കിലും സമാനമായ ഒന്ന് അവരും നേരിടുന്നുണ്ട്. മെറ്റാറിസിയം, ബോവേറിയ എന്നീ ഫംഗസ് ശത്രുക്കൾ ചിതലുകൾക്കുണ്ട്. ഇവയുടെ ബീജകണങ്ങൾ ചിതലിൻ്റെ പുറന്തോടിൽ ഒട്ടിപ്പിടിക്കുകയും തുരക്കാനുള്ള അവയവങ്ങൾ ഉപയോഗിച്ച് ശരീരഭിത്തി തുരന്ന് അകത്ത് കയറുകയും ചെയ്യുന്നു.
ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ ഇവ വിഷാംശങ്ങൾ പുറത്തുവിടുകയും പ്രതിരോധശേഷി നശിപ്പിക്കുകയും ചെയ്യും. ആ പ്രാണിയെ ഒരു നിഷ്പക്ഷ പോഷക കൃഷിത്തോട്ടമായി മാറ്റും. ഒടുവിൽ ആതിഥേയനായ ചിതൽ ചാവുകയും ശരീരം മമ്മി പോലെ ഉണങ്ങുകയും ചെയ്യുന്നു. സാമൂഹിക പ്രതിരോധത്തിലൂടെയാണ് ചിതലുകൾ ഈ ഭീഷണിയെ നേരിടുന്നത്. പരസ്പരം നക്കി വൃത്തിയാക്കുക, അണുനാശിനികൾ പുരട്ടുക, രോഗബാധയുള്ള മുറിവുകൾ ഒറ്റപ്പെടുത്തുക, രോഗം വന്നവരെ കുഴിച്ചു മൂടുകയോ അല്ലെങ്കിൽ ഭക്ഷിക്കുകയോ ചെയ്യുക. ഫംഗസ് വളർന്ന് സ്പോറുകൾ പുറത്തു വരുന്നത് തടയുവാൻ അവർ എന്തും ചെയ്യും. മരണകാരണമല്ലാത്ത ചില ഫംഗസ് ബാധകളും ചിതലുകൾക്കുണ്ടാകാറുണ്ട്. പക്ഷേ അവയുടെ ലക്ഷണങ്ങൾ ഭയാനകമാണ്. ഉദാഹരണത്തിന് ആൻറ്റിനോപ്സിസ് എന്ന ഫംഗസ് ചിതലിൻ്റെ ആൻറ്റിനയിലും ശരീരത്തിലും പറ്റിപ്പിടിച്ച് വളരുമ്പോൾ സൂക്ഷ്മദർശിനിയിലൂടെ നോക്കിയാൽ അതൊരു ഭീകരരൂപിയെ പോലെ തോന്നും. ഇങ്ങനെ എല്ലാ ദിശകളിൽ നിന്നും നിരന്തരമായ ഭീഷണികൾക്കിടയിലാണ് ഈ ചിതലുകൾ ജീവിക്കുന്നത്. എങ്കിലും ഇത്രയധികം ആന്തരികവും ബാഹ്യവുമായ ശത്രുക്കൾക്കിടയിലും ചിതലുകൾക്ക് കൂട്ടാളികളുണ്ട്. ചിതലുകളുടെ പ്രധാന സുഹൃത്തുക്കൾ അവരുടെ കുടലിനുള്ളിലുള്ള സഹജീവികളാണെന്ന് നിങ്ങൾക്കറിയാമോ? താഴ്ന്ന ഇനം ചിതലുകളിൽ സെല്ലുലോസിനെ വിഘടിപ്പിക്കുവാൻ ഒരു വലിയ സംഘം ബാക്ടീരിയയുണ്ട്. ഉയർന്ന ഇനം ചിതലുകളിൽ ഈ സംവിധാനം അല്പം വ്യത്യസ്തമാണെങ്കിലും അവരും കുടലിലെ സങ്കീർണമായ ബാക്ടീരിയ കൂട്ടായ്മയെയാണ് ആശ്രയിക്കുന്നത്. ശുചിത്വ പരിപാലനവും ഒരു കൂട്ടായ പ്രവൃത്തി തന്നെയാണ്. പൂപ്പലുകളെയും രോഗകാരികളെയും നശിപ്പിക്കുന്ന ബാക്ടീരിയകൾ ചിതലുകളുടെ ശരീരത്തിന് പുറത്തും അവരുടെ മുറികളുടെ ഭിത്തികളിലും ജീവിക്കുന്നു. ഇതിനും പുറമെ ചിതലുകൾ തങ്ങളുടെ കൂടുകളിൽ ഒരു ബയോഫിലിം പാളി നിർമ്മിക്കുന്നു. അതൊരു സ്വാഭാവിക അണുനാശിനിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ ചിതൽ നഗരത്തിൽ മറ്റു പല താമസക്കാരുമുണ്ട്. വണ്ടുകൾ, മറ്റു ചെറിയ പ്രാണികൾ, ചെറിയ പാറ്റകൾ എന്നിവരാണ് അവർ. അവർ കൃത്യമായി പറഞ്ഞാൽ സുഹൃത്തുക്കളല്ല. മിക്കവരും അവിടെയുള്ള ചൂടും ഈർപ്പവും മുതലെടുക്കുന്നു എന്ന് മാത്രം. എങ്കിലും ചിലർ മാലിന്യങ്ങളും ചത്ത ചിതലുകളെയും വൃത്തിയാക്കി തങ്ങളുടെ വാടക നൽകാറുണ്ട്. ആകെ മൊത്തത്തിൽ ജീവിക്കുക, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക എന്ന നിലപാടോടെ. അവസാനമായി അദൃശ്യമായ ഗ്യാസ് പരിസ്ഥിതിയെക്കുറിച്ച് പറയാം. ചിതലുകൾ ഭക്ഷണം ദഹിപ്പിക്കുമ്പോൾ മീഥെയ്ൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. എന്നാൽ അതിൻ്റെ ഒരു ഭാഗം ചിതൽപ്പുറ്റിനുള്ളിലെ ബാക്ടീരിയകൾ തന്നെ ആഗിരണം ചെയ്യുന്നു. അത് ഭൂമിയുടെ പരിസ്ഥിതിക്ക് അവർ ചെയ്യുന്ന ചെറിയ സേവനമാണ്. അകത്ത് കൂട്ടാളികൾ, പുറത്ത് ശത്രുക്കൾ, നടുവിൽ വീട്. നമുക്ക് ഒരു ചിതൽപ്പുറ്റിലൂടെ നടന്ന് ഈ പ്രകൃതിദത്ത അത്ഭുതം എങ്ങനെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണാം. ചിതൽപ്പുറ്റ് എന്നത് ഉണങ്ങിയ മണ്ണിൻ്റെ ഒരു കൂമ്പാരം മാത്രമല്ലേ എന്ന് നിങ്ങൾ എപ്പോഴും സംശയിച്ചിട്ടുണ്ടാകാം. അതൊരു പ്രത്യേക വാസ്തുവിദ്യ രൂപകൽപ്പനയുള്ള യഥാർത്ഥ നിർമ്മിതിയാണ്. ഒരു കോളനി ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം പുറ്റ് നിരന്തരം പണിയപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പുതിയ മുറികൾ വരുന്നു, തുരങ്കങ്ങൾ വെട്ടപ്പെടുന്നു. ഏറ്റവും വലിയ പുറ്റുകൾ 40 അടി വരെ ഉയരത്തിൽ എത്താറുമുണ്ട്. എന്നാൽ പുറത്തു കാണുന്ന ഈ ഗോപുരം ഒരു മഞ്ഞുമലയുടെ അറ്റം പോലെ മാത്രമാണുള്ളത്. അതിനു താഴെ 10 മീറ്ററോളം നീളുന്ന വലിയ തുരങ്കങ്ങളുടെയും മുറികളുടെയും വലിയ ശൃംഖല തന്നെയുണ്ട്. മണ്ണ്, ചവച്ചരിച്ച ജൈവവസ്തുക്കൾ, ഉമിനീർ എന്നിവയുടെ മിശ്രിതമായ ഒരുതരം ബയോ സിമെൻ്റ് കൊണ്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഉണങ്ങിക്കഴിഞ്ഞാൽ പുറംപാളി കഠിനമാവുകയും ഉൾഭാഗം സുഷിരങ്ങളുള്ളതായി മാറുകയും ചെയ്യുന്നു. കഠിനമായ ചൂടിൽ പുറ്റ് വിള്ളൽ വീഴാതെ സംരക്ഷിക്കുവാനും മഴയ്ക്ക് ശേഷം വേഗതയിൽ അറ്റകുറ്റപ്പണികൾ തീർക്കുവാനും ഈ ഘടന സഹായിക്കുന്നു. ഒരു ഭിത്തി തകർന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ജോലിക്കാർ അത് ശരിയാക്കി ഉള്ളിലെ കാലാവസ്ഥ പഴയ പടി പോലെയാക്കും. പുറ്റിൻ്റെ ഘടന ഓരോ പ്രത്യേക ആവശ്യങ്ങൾക്കായി തിരിച്ചിരിക്കുന്നു. ഏറ്റവും താഴെ രാജാവിൻ്റെയും റാണിയുടെയും മുറികളും നേഴ്സറികളും കാണാം. നേഴ്സറികൾ എന്നത് കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഇടമാണ്. അതിൻ്റെ തൊട്ടടുത്ത് തോട്ടങ്ങളും ഫംഗസ് വളർത്തുന്ന സ്ഥലങ്ങളുമുണ്ട്. അതിനു മുകളിൽ സംഭരണ മുറികളും വായു സഞ്ചരിക്കുന്നതിനുള്ള ഇടങ്ങളുമുണ്ട്. ഒരു ചിമ്മിനി എന്ന പോലെ ചൂടുള്ള വായു മുകളിലേക്ക് പോവുകയും താഴെ നിന്ന് തണുത്ത വായു അകത്തേക്ക് വരികയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി പുറത്ത് കഠിനമായ ചൂടാണെങ്കിലും ഉള്ളിൽ എപ്പോഴും ഈർപ്പം ഏകദേശം 85 ഡിഗ്രി ഫാരൻഹീറ്റ്, അതായത് 29 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിൽക്കുന്നു. ഫാനുകളോ വൈദ്യുതിയോ ഇല്ലാതെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഓർക്കണം. ചിതൽപ്പുറ്റിൻ്റെ ആകൃതിക്കും പല പ്രത്യേകതകളുണ്ട്. ചിലത് നീളമുള്ള സ്തൂപങ്ങൾ പോലെയാണെങ്കിൽ മറ്റു ചിലത് വലിയ കത്രിടൽ പോലെയാണ്. വടക്കൻ ഓസ്ട്രേലിയയിലെ ചിതലുകൾ കാന്തിക സൂചി പോലെ കൃത്യമായി വടക്ക് തെക്ക് ദിശയിലേക്ക് നീളമുള്ള പുറ്റുകൾ നിർമ്മിക്കുന്നു. രാവിലെയും വൈകുന്നേരവും സൂര്യപ്രകാശം തുല്യമായി ലഭിക്കാനും ഉച്ചയ്ക്ക് നേരിട്ടുള്ള ചൂട് തട്ടി
പുറ്റ് അമിതമായി ചൂടാകാതിരിക്കാനുമാണ് ഈ വാസ്തുവിദ്യ. ചിതൽ നഗരം വലിയ ഗതാഗത സൗകര്യങ്ങളോടെയാണ് രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രധാന പാതകൾ, കവലകൾ, പ്രതിരോധത്തിനായി ഇടുങ്ങിയ വഴികൾ എന്നിവയെല്ലാം ഇതിനുള്ളിലുണ്ട്. അവിടെയുള്ള സൈനികർക്ക് തങ്ങളുടെ തലകൊണ്ട് ആ വഴി അടിച്ചുപിടിച്ച് ശത്രുക്കളെ തടയുവാൻ സാധിക്കും. ദൂരെയുള്ള ഭക്ഷണ സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കുവാൻ മണ്ണുകൊണ്ട് മൂടിയ തുരങ്കങ്ങളുമുണ്ട്. ഈ മുഴുവൻ സംവിധാനവും തകരാറുകൾ സംഭവിക്കാത്ത വിധത്തിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ഭാഗം തകർന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ വായുസഞ്ചാരവും ഗതാഗതവും മറ്റൊരു വഴിയിലൂടെ തിരിച്ചുവിടുവാൻ അവർക്ക് കഴിയും. മനുഷ്യരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചിതൽപുറ്റ് എന്നത് പ്രകൃതിദത്തമായ HVAC സമുച്ചയമാണ്. വൈദ്യുതിയോ യന്ത്രങ്ങളോ ഇല്ലാതെ വെറും ജാമിതീയ ഘടനയും അധ്വാനവും കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒന്ന്. ലളിതമായി പറഞ്ഞാൽ ഈ ചിതലുകൾ വെറും കുഞ്ഞിപ്രാണികൾ മാത്രമല്ല. അവർ പ്രകൃതിയുടെ അത്ഭുതകരമായ എഞ്ചിനീയർമാരും കർഷകരും വാസ്തുശില്പികളുമാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളമായി ഡൈനോസറുകളെ പോലും തുടച്ചു നീക്കിയ മഹാവിപത്തുകളെ അതിജീവിച്ച് അവർ ഭൂമിയിൽ നിലനിൽക്കുന്നു. ഒരു രാജ്ഞിയും രാജാവും ലക്ഷക്കണക്കിന് ജോലിക്കാരും സൈനികരും അടങ്ങുന്ന അവരുടെ കുടുംബം മനുഷ്യ നാഗരികതയേക്കാൾ ചിട്ടയോടെയാണ് പ്രവർത്തിക്കുന്നത്. വൈദ്യുതിയോ യന്ത്രങ്ങളോ ഒന്നുമില്ലാതെ വെറും മണ്ണും ഉമിനീരും ഉപയോഗിച്ച് വായുസഞ്ചാരവും താപനിലയും ക്രമീകരിക്കുന്ന സ്മാർട്ട് കെട്ടിടങ്ങൾ നിർമ്മിക്കുവാൻ അവർക്ക് കഴിയുന്നു. മീഥെയ്ൻ വാതകം പുറത്തുവിടുന്നുണ്ട് എങ്കിലും മണ്ണുഴുതുമറിക്കുവാനും ഫലഭൂയിഷ്ടമാക്കുവാനും വനങ്ങളെ പുനർജീവിപ്പിക്കുവാനും ചിതലുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മനുഷ്യ നഗരങ്ങളെല്ലാം കാലക്രമേണ മണ്ണടിഞ്ഞു പോയേക്കാം. എന്നാൽ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന ചിതലുകളുടെ ഈ വലിയ സാമ്രാജ്യം ഇനിയും കോടാനുകോടി വർഷങ്ങളോളം നിലനിൽക്കും. അവരിൽ നിന്ന് സഹകരണത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും അതിശയകരമായ പാഠങ്ങൾ പലതും നമ്മൾ ഇനിയും പഠിക്കാനുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടി ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.